പറയച്ചട്ടിയെ ബാക്കി. ഞാൻ പറയാം. കൊറേ നേരമായാലോ പറയാന്ന് പറഞ്ഞിട്ട് എന്താ ഇത്രയും നേരം ടീ പറയാത്തേ? പിന്നെ കഥ ഇവിടെ വരെ പറഞ്ഞു നിർത്തിയ നിനക്ക് ഓർമ്മല്ല? അത് ഞാൻ പറഞ്ഞുതരാ. എന്നാ പറഞ്ഞോണ്ടാ. എന്റെ വളർത്തമ്മി വളർത്തച്ഛനുമില്ലേ, ഓര് തമ്മിലുള്ള വർത്താനം എനിക്ക് കിട്ടി. ബാക്കി ഞാൻ പറയാം. എന്നിട്ട് എന്റെ വളർത്തച്ഛൻ എന്റെ വളർത്തമ്മയോട് പറഞ്ഞു കൊടുത്തോ സത്യങ്ങള്. തോക്കി കയറി വെടി വെക്കല അമ്മയാത്ത. ആദ്യങ്ങൾ മുഴുവനായിട്ട് കഥ കേക്ക്. എന്നാ അച്ഛന് വേഗം പറഞ്ഞു തൊലക്കി. മനുഷ്യനെ അറിയാത്തൊരു സമാധാനല്ല. എന്താ ജെയിംസ്, എനിക്ക് നിന്റെ മുഖമൊക്കെ കണ്ടിട്ട് വല്ലാതെ പേടിയാവുന്നു. അശ്വതി, ഞാൻ പറയാൻ പോകുന്ന കാര്യം അത്ര നല്ല കാര്യമല്ല. എന്താ എന്താ നീ പറയാൻ പോകുന്നേ? ഞാനൊരു തെറ്റ് ചെയ്തു. അത് പിന്നെ അത് പിന്നെ അശ്വതി. എന്താ ജെയിംസ്, കുറേ നേരമായല്ലോ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ. എന്താ എന്താ നീ പറയാൻ പോകുന്ന കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, എന്ത്? ആയിഷ 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 നമ്മളെ മോളല്ല. അതെ അശ്വതി, ആയിഷ നമ്മുടെ മോളല്ല. പിന്നെ പിന്നെ ആരാ മോളാ? അത് എന്തൊക്കെയാ ജെയിംസ് നീ പറയുന്നത്? നിനക്ക് ഭ്രാന്തായോ? ഇല്ല അശ്വതി, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഞാനിത് വിശ്വസിക്കില്ല. നീ എന്നെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാ. ഇതൊക്കെ വെച്ച് ഞാൻ എന്തിനാ പറ്റിക്കുന്നേ? ജെയിംസ്, അതെ അശ്വതി, അത് നമ്മുടെ മോളല്ല. നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? അതെ അശ്വതി, അത് നമ്മുടെ മോളല്ല. ജെയിംസ്, നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തമാശയെ പോലെ എന്നോട് പറയില്ലേ. എനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്റെ പൊന്നശ്വതി, ഞാൻ തമാശയല്ല പറയുന്നേ. ജെയിംസ്, നിനക്ക് ബോധമില്ലാതായി പോയോ? എനിക്ക് ബോധത്തിന് ഒരു കുറവുമില്ല അശ്വതി. ജെയിംസ്, നീ കുടിച്ചിട്ടുണ്ടോ? ഇല്ല അശ്വതി, ഞാൻ പൂർണ്ണ ബോധത്തോടു കൂടി തന്നെ നിന്നോട് സംസാരിക്കുന്നേ. ജെയിംസ്, 10 മാസം ഞാൻ എന്റെ വയറ്റിൽ ചുമന്ന് കൊണ്ടു നടന്ന മോളാണത്. അല്ല. പിന്നെ പിന്നെ ആരാ അത്? അശ്വതി, നിന്റെ വയറ്റിലെ ജനിച്ച കുഞ്ഞ് മരിച്ചു. സത്യം അശ്വതി. എങ്ങനെ മരിച്ചു? അപ്പൊ നമ്മുടെ കൂടെയുള്ള കുഞ്ഞ്? അത് പിന്നെ ഒന്ന് തെളിച്ച് പറ ജെയിംസ്, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അശ്വതി, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ സമാധാനത്തോടു കൂടി കേൾക്കണം. നീ ഒന്ന് ആദ്യം പറ. നീ പറ. അശ്വതി, നമ്മുടെ കുഞ്ഞ് മരിച്ചു. പകരം അന്ന് നമ്മുടെ വാടിന്റെ അടുത്ത് ഒരു ഇരട്ട കുഞ്ഞിനെ പ്രസവിച്ച ഒരു അമ്മയെ നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഞാനപ്പോ അവരുടെ അച്ഛനായിട്ട് സംസാരിച്ചിട്ട് ഒരു കുഞ്ഞിനെ അങ്ങ് എടുത്തു. എന്നിട്ട് നമ്മുടെ കുഞ്ഞാണെന്ന് നിന്നോട് പറഞ്ഞു. വിശ്വസിച്ചേ പറ്റൂ അശ്വതി, ഇതാ സത്യം. എനിക്കിതെന്റെ മനസ്സിലിട്ട് നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞത്. സത്യം അശ്വതി, സത്യം. നീ ഇത് വിശ്വസിച്ചേ പറ്റൂ. അശ്വതി, ഇപ്പൊ ഈ സത്യങ്ങളൊക്കെ നിന്നോട് തുറന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞ പോലെ. ആ കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ കുഞ്ഞിന്റെ അച്ഛൻ ഇപ്പോഴും എന്നോട് സംസാരിക്കാറുണ്ട്. ആ കുഞ്ഞിനെ പറ്റിയിട്ട് അന്വേഷിക്കാറുണ്ട്. നമുക്ക് ആ കുഞ്ഞിനെ അവർക്ക് തന്നെ കൊടുക്കാം. അശ്വതി, നീ വെറുതെ വാശി പിടിക്കരുത്. അശ്വതി, നീ എന്നോട് ക്ഷമിക്കണം. ഒരു ഭർത്താവ് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു തെറ്റ് തന്നെയാണ് ഞാൻ നിന്നോട് ചെയ്തത്. ഈ സംഭവം നടന്നതിന് ശേഷം ഒരു ദിവസം പോലും എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അശ്വതി. നീ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആ കുഞ്ഞിന് എന്തിനാണ് ആയിഷ എന്ന് പേരിട്ടതെന്ന്? ശരിക്കും ആ കുട്ടിയുടെ അച്ഛനും അമ്മയിട്ട പേര് ആയിഷ എന്ന്. ആ കുട്ടി മുസ്ലിമാ. നമുക്ക് അവർക്ക് തന്നെ കൊടുക്കാം. അശ്വതി, അവിടെ നിക്ക്. അശ്വതി, നീ ഇത് എങ്ങോട്ടാ പോകുന്നേ? അശ്വതി, ഈശ്വര, ഇവളിത് എന്ത് ഭാവിച്ച? അശ്വതി, നീ എന്ത് ചെയ്യാൻ പോവാ? ഞാനും എന്റെ മോളും ഈ ലോകത്ത് നിന്ന് പോവാ. എന്താ നീ പറയുന്നേ? അശ്വതി, നീ എന്താ ചെയ്തത്?
അശ്വതി അശ്വതി ജെയിംസ് ജെയിംസ് അശ്വതി അശ്വതി എന്താ ജെയിംസ് നീ എന്താ ഇവിടെ കിടന്ന് എന്നെ അലറി വിളിക്കുന്നേ? എന്റെ മോക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ആർക്ക് എന്ത് സംഭവിച്ചത്? ഓ ഈശ്വര, ഞാൻ സ്വപ്നം കണ്ടതായിരുന്നോ? എന്താ ജെയിംസ് എന്താ പറ്റിയേ? ഞാനൊരു ദിവസം സ്വപ്നം കണ്ടു. നമ്മുടെ മോളെന്താക്ക? മോള് നല്ല ഉറക്കാ. ആ, മോക്കൊരു പ്രശ്നമില്ലല്ലോ. ജെയിംസ് നിന്നെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എന്തിന്? നിന്റെ സ്വഭാവത്തില് വല്ലാതെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എന്താ ജെയിംസ് നിന്നെ അലട്ടുന്ന പ്രശ്നം? നിന്നെ അലട്ടുന്ന പ്രശ്നം നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇപ്പൊ ഞാൻ കണ്ട ഈ സ്വപ്നം പോലെ തന്നെ നടക്കും. അതുകൊണ്ട് ഞാൻ ഈ സത്യം ഇവളോട് പറയുന്നില്ല. പകരം ഞാൻ ഈ നാട് തന്നെ വിട്ടു പോവാണ്. ഞാനും അശ്വതിയും എന്റെ കുഞ്ഞും മാത്രമുള്ള ഒരു ലോകത്തേക്ക്. അയാളെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോവാ. എനിക്ക് സമാധാനം അയാൾ തരുന്നില്ല. ജെയിംസ് നീ എന്താ അവിടെ ഒറ്റയ്ക്ക് പിറപിറക്കുന്നേ? അശ്വതി, നമുക്ക് ഇവിടുന്ന് പോണം. പോകാം. ഒരിക്കലും ഇനി ഈ നാട്ടിലേക്ക് നമുക്ക് തിരിച്ചു വരണ്ട. ജെയിംസ് പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം. ജെയിംസിന് ഈ നാട് പറ്റുന്നില്ലേ? ഇല്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഈ നാട്. ജെയിംസ് വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് ഈ നാട് വിട്ടു പോകാം.